മക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ 10th ചാപ്റ്ററായ ബഡ്ജറ്റ് ദി ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട്. അതിന് പല കാറ്റഗറീസിൽ പല ആക്ടിവിറ്റീസും തന്നിട്ട് അതിന് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നെക്സ്റ്റ് പേജിൽ പറയുന്നത് the public expenditure of the central government from 2018 2019 to 2022-23 is given below. അതായത് 2018-19 അതുപോലെ തന്നെ തൊട്ടിട്ട് 2022-23 ഒരു ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്. എത്രമാത്രം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ട് ഇയർ വൈസ് ആയിട്ടെന്ന് ഉള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാം അത് ഇയർ ബൈ ഇയർ ഇൻക്രീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ചാർട്ട് ഈ ഗ്രാഫ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, അനലൈസ് ചെയ്തിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് അല്ലെ, ഇയർ വൈസ് ആയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്തായിട്ട് വരുന്നതാണ്, ഇയർ ബൈ വൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. നെക്സ്റ്റ് പബ്ലിക് റവന്യൂ എന്ന ടോപ്പിക്കാണ്. എന്താണ് പബ്ലിക് റവന്യൂ? പൊതുവരുമാനമാണ് അല്ലേ. നമ്മൾ എക്സ്പെൻഡിച്ചർ കണ്ടു പബ്ലിക്കായിട്ടുള്ള, അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള റവന്യൂ ആണ്. നമ്മൾ ഗവൺമെൻറ്റിന് പല രീതിയിൽ റവന്യൂസ് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻകം വരുന്നതിനെ കുറിച്ചിട്ടാണ്, പൊതുവരുമാനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. The government needs a huge amount of money for development and welfare activities. The public revenue is the wealth that the government collects from the various sources to satisfy these needs. ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പല റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പൈപ്പ് ലൈൻസ് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള പല ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും പബ്ലിക്കിന് വേണ്ടിയിട്ട്, നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ട്, കൺട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അങ്ങനെ ചെയ്യുമ്പോഴെന്താ, പബ്ലിക്കിന് വേണ്ടിയിട്ട് പല എക്സ്പെൻഡിച്ചേഴ്സ് വഹിക്കേണ്ടി വരുന്നുണ്ട് ഗവൺമെൻറ് അല്ലേ. അപ്പം എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമല്ല, പല രീതിയിൽ ഇൻകവും കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിന്. അപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഡെവലപ്മെൻറ്റിന്, വെൽഫെയർ ആക്ടിവിറ്റീസിന് ഗവൺമെൻറ്റിന് ആവശ്യമാണ്. അതുപോലെ തന്നെ റവന്യൂ ഇൻകവും ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ്റിന് കിട്ടുന്ന ഇൻകത്തെ രണ്ട് മേജർ സോഴ്സായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് റവന്യൂവിനെ ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടാക്സ് റവന്യൂ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. മക്കളുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നികുതി അല്ലേ. നമ്മൾ GST പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് ബില്ലൊക്കെ തരുമ്പം GST ആഡഡ് ചെയ്തിട്ട് കാണാറില്ല, ഇത്ര % എന്നൊക്കെ പറഞ്ഞിട്ട്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അല്ലേ. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് പബ്ലിക് ഷുഡ് remit to the government to bear the expense of welfare activities and development activities which are carried out in public interest. The person who remits tax is called taxpayer. ഏതൊരു വ്യക്തിൻ്റെ അടുത്ത് നിന്നാണോ ടാക്സ് ചുമത്തുന്നത് ആ വ്യക്തിയാണ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആ വ്യക്തി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാ? ടാക്സ് പേയറാണ് അല്ലേ. അപ്പം ഏത് വ്യക്തിയിലാണോ ടാക്സ് ചുമത്തുന്നത് ആ വ്യക്തിയാണ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പല ആക്ടിവിറ്റീസ്, വെൽഫെയർ ആക്ടിവിറ്റീസ് ആയാലും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയാലും ഗവൺമെൻറ് കൊണ്ടുവരുമ്പം അതിനൊരുപാട് ഹ്യൂജ് എമൗണ്ടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ എമൗണ്ടൊക്കെ ഇങ്ങനെ ഓരോ ടാക്സിൽ നിന്നൊക്കെയാണ് ഗവൺമെൻറ് കളക്ട് ചെയ്തത്. ഒരുപാട് ടൈപ്സ് ഓഫ് നികുതീസ് നമുക്ക് പറയുന്നത്, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പറയുന്നത് കേട്ടിട്ടില്ലേ. ബിൽഡിംഗ് നികുതി അല്ലേ, കെട്ടിട നികുതി, അതായത് പിന്നെ സ്ഥലത്തിന് നമ്മൾ നികുതി അടക്കാറുണ്ട് അതുപോലെ. അപ്പം ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്ന് ഈടാക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു പബ്ലിക് റവന്യൂസ് രണ്ട് രീതിയിലാണ് റവന്യൂസ് കളക്ട് ചെയ്യുന്നത്. പബ്ലിക്കിൻ്റെ എടുക്കുന്നത് ഗവൺമെൻറ്. ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂവിൽ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ഇസ് ദ ടാക്സ് remitted by the person on whom tax is levied. This means that the taxpayer himself bear the burden
of the tax. Income tax and building tax are examples. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറയുന്നത്? ഇൻകം ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്ങിന് സ്ഥലത്തിനൊക്കെ നമ്മൾ ടാക്സ് അടക്കുന്നില്ലേ, അതൊക്കെ ഡയറക്റ്റ് ടാക്സ് ആണ്. ഏതൊരു പേഴ്സണിന് ഒരിക്കലാണോ നികുതി ചുമത്തുന്നത്, ആ നികുതി ചുമത്തിയ പേഴ്സൺ തന്നെ എന്ത് ചെയ്യണം? നികുതി അടക്കണം. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്താ പറയുന്നത്? പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം 10 ലാഖിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് അടക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം നമ്മളെടുക്കുന്ന പൈസ ആ ബിസിനസ് വാങ്ങിക്കുന്നത് അല്ലേ, നമ്മൾ ഗവൺമെൻറ്റിന് അടക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വാങ്ങിക്കുന്ന സാധനത്തിന് ടാക്സ് ആർക്കാണ് കൊടുക്കുന്നത്? ആ ബിസിനസ്സിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഓണർക്കാണ് കൊടുക്കുന്നത്. ഓണറാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഗവൺമെൻറ്റിനല്ല പേയ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ, ആദ്യം ഓണർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ്റിന് ഓണറാണ്, അതിൻ്റെ ഓണറാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 പാർട്ടീസ് വന്നു. എ എന്ന് പറയുന്ന ഓണറും, ബി എന്ന് പറയുന്നത് നമ്മളും, ഗവൺമെൻറ്, സി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ബി എന്ന ആൾ ഡയറക്റ്റായിട്ട് സിക്ക് കൊടുക്കുന്നില്ല, ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ല. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഓണർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ നടക്കുന്നത്. എന്താ പറയുന്നത്? ഹിയർ ദ ടാക്സ് ഇസ് ലീവ്ഡ് on one individual is paid partially or completely by another. Tax, sales and entertainment tax are examples for indirect tax. പാർഷ്യലി പകുതിയായാലും കംപ്ലീറ്റ് ആയാലും നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഓണർക്കാണ്. ഓണറാണ് ഗവൺമെൻറ്റിന് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. ഇനി എന്താ പറയുന്നത്? നോൺ ടാക്സ് റവന്യൂ പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങളില്ലേ, റെയിൽവേ, KSRTC ഒക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ വരുമാനം കൂടുതൽ വരുന്നത്, സർപ്ലസ് എമൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഇൻകം കൂടുതൽ വരുമ്പം അതിൻ്റെയൊക്കെ ലാഭം ആർക്ക് കിട്ടുക? ഗവൺമെൻറ്റിനാണ് കിട്ടുക അല്ലേ. അങ്ങനെ വരുന്ന ഇൻകം ഒക്കെ എന്താണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. നമുക്ക് അത് നോൺ ടാക്സ് റവന്യൂ ആയിട്ട് ഫൈൻ, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂ ആയിട്ട് വരുന്നത്. ദിസ് ഈസ് എ റവന്യൂ ഫ്രം സോഴ്സസ് ഓഫ് അതർ ദൻ ടാക്സ്. ടാക്സിൽ നിന്നല്ലാത്ത, ഞാൻ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായി, വരുമാനം കൂടുതലുണ്ടായി, അപ്പോൾ അതാർക്കുള്ളത്? ഗവൺമെൻറ്റിനുള്ളതാണ്. അങ്ങനെ വരുന്ന ഇൻകം ഒക്കെ നോൺ ടാക്സ് റവന്യൂ ഇൻകത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നതാണ്. അത് ഇൻഡിവിജ്വലും ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബേസ് ഒക്കെ ആവാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ലക്ഷത്തിന് മുകളിലോട്ട് ബിസിനസ് വന്നെങ്കിൽ ഇത്ര % ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഗവൺമെൻറ് ചെയ്യണം ആ സ്ഥാപനം എന്ന് പറയും. അപ്പം ആ പ്രോഫിറ്റിന് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം? ആ ബിസിനസ് സ്ഥാപനം പേയ്മെൻറ്റ് ചെയ്യണം ടാക്സ്. അങ്ങനെയും വരാം. അപ്പം പബ്ലിക് റവന്യൂവിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: നോൺ ടാക്സ് റവന്യൂ, ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ടാക്സ് ചുമത്തിയാൽ ആ വ്യക്തി തന്നെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണം. ഇതിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഒരു വ്യക്തിയിൽ ടാക്സ് പേയ്മെൻറ്റ് ചുമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു അനദർ പേഴ്സൺ ആണ് ടാക്സ്, സെയിൽസ് ടാക്സ് പോലെ ചെയ്യുന്നത്. അത് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ പേഴ്സൺ അല്ല, മറ്റൊരു പേഴ്സൺ ആയിരിക്കും ആ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പേഴ്സൺ തന്നെ ഗവൺമെൻറ്റിന് പൈസ അടക്കുന്ന രീതിയാണ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ. ഇനി മക്കൾ അടുത്ത ടോപ്പിക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, GST. നമ്മളധികം കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ കൂടെ GSTയിൽ ഇത്ര % എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് GST കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ബില്ല് തരുമ്പോൾ, എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ബില്ല് തരുമ്പം ഇങ്ങനെ കാണാറില്ലേ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ഇത്രമാത്രം എമൗണ്ട്, ഇപ്പോൾ ഒരു 5 ലാഖിലാണെങ്കിൽ 5 ലാഖിലും കട്ടയും കൂടുതൽ ബിസിനസ് വരികയാണെങ്കിൽ ഇത്ര % ടാക്സ് കൊടുക്കണമെന്ന് ഗവൺമെൻറ് തന്നെ പറയും. അപ്പോൾ ആ ബിസിനസ് ഇത്ര പറഞ്ഞ എമൗണ്ടിൽ നിന്ന് അധികം വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര % ഗവൺമെൻറ്റിന് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുക. ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് ഫിക്സഡ് എമൗണ്ട് കൂടുതലാവുകയാണെങ്കിൽ അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നതാണിത്.
ആ ഫിനാൻഷ്യൽ ഇയറിൽ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിലധികമായ പേയ്മെൻറ്റ് ചെയ്യണം GST. അത് 0% ആവാം. 0%ൽ അധികം മെഡിസിൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ്, കോമഡിറ്റീസിനാണ്, സാധനങ്ങളൊക്കെയാണ് വരുന്നത്. 5% ഉണ്ട്, 12% ഉണ്ട്, 18%, 28% ഒക്കെ GST വരാറുണ്ട് ചില സാധനങ്ങൾക്ക്. കൂടുതൽ ഹൈ ആയിട്ടുള്ള ലക്ഷറസ് ആയിട്ടുള്ള കാറ് അങ്ങനെയുള്ള വരുന്ന സാധനങ്ങൾക്കായിരിക്കും GST കൂടുതലായിട്ട് വരാറ്. നെക്സ്റ്റ് പേജിൽ മക്കളെ 2 ന്യൂസ് പേപ്പർ ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്, ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂഷ്വലി പ്രിപ്പയർ ബഡ്ജറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക, അല്ലേ? ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക, പ്രത്യേകമായ ഒരു സ്പെസിഫിക് ഫിനാൻഷ്യൽ പീരീഡിൽ, ഒരു പ്രത്യേകമായ ഒരു പീരീഡിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. എത്രമാത്രം എക്സ്പെക്റ്റഡ് ചെയ്യുന്നു ഇൻകം, എത്രമാത്രം എക്സ്പെക്റ്റഡ് ചെയ്യുന്നു എക്സ്പെൻഡിച്ചർ. അപ്പം എത്രമാത്രമാണ് ഇൻകം ഉണ്ടാകുക, അതുപോലെ തന്നെ എത്രമാത്രം എക്സ്പെൻഡിച്ചർ ഉണ്ടാവുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. A budget is a financial document of expected income and expenditure by the government for a specific financial year. സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? April 1 മുതൽ, ഏത് മന്ത് മുതലാണ്? April 1 മുതൽ March 31 വരെയാണ്. In our country, the budget is prepared for one financial year starting from April 1 to March 31. The financial minister presents the budget. ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ആരാ? ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരിക്കും. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്റിൻ്റെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നമുക്ക് എത്രമാത്രം എക്സ്പെൻസ് വരും, എത്രമാത്രം ഇൻകം വരും, അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആക്കി വെക്കുന്നതിനാണ്. മുൻകൂട്ടി കണ്ട് അതൊക്കെ എത്ര എക്സ്പെൻസ് വരും, എത്ര ഇൻകം വരുന്നു മുൻകൂട്ടി കണ്ട് അതൊരു ഡോക്യുമെൻ്റ് വൈസായിട്ട് ആക്കി വെക്കുന്നത്. ദാറ്റ് ഇസ് ദ ബഡ്ജറ്റ്. ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് April 1 മുതൽ March 31 വരെയാണ്. ഇനി എന്താ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബഡ്ജറ്റിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സർപ്ലസ് ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ് എന്ന് പറയും, അല്ലേ? സർപ്ലസ് ബഡ്ജറ്റിൽ എന്താണ്? അവിടെ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവായിരിക്കും. മോർ ഇൻകവും ലെസ് എക്സ്പെൻസ് ആയിരിക്കും. പിന്നെന്താ? എക്സ്പെൻസിനും ഇൻകവും തുല്യതായിട്ട് വരുന്നതാണ്, ഈക്വലി ആയിട്ട് വരുന്നത്, ബാലൻസ്ഡ് ആയിട്ട് വരുന്നതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ്, അല്ലേ? കൂടുതൽ ഇൻകവും ഇല്ല, കൂടുതൽ എക്സ്പെൻസും ഇല്ല, ഈക്വലായിട്ട്. ഇൻകവും ഈക്വൽ, എക്സ്പെൻഡിച്ചറും ഈക്വൽ. ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ബേസിൽ വരുന്നത്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റിൽ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവായിരിക്കും. എക്സ്പെൻസ് കൂടുതലായിട്ട് വരും, ഇൻകം കുറവായിട്ടുള്ളത് ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. അതായത് ബഡ്ജറ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്താ? മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ. ബാലൻസ്ഡ് ബഡ്ജറ്റ് ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഡെഫിസിറ്റ് ബഡ്ജറ്റ് ലെസ് ഇൻകം ആൻഡ് മോർ എക്സ്പെൻഡിച്ചർ. ഇതെന്താ? നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്.
എവല്യൂഷൻ ഓഫ് ബഡ്ജറ്റ്. എവല്യൂഷൻ ഓഫ് ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബഡ്ജറ്റ് എന്ന വേർഡ് മീനിങ് വന്നത് ബൊഗെറ്റ് എന്ന വേർഡിലൂടെയാണ്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താ? സ്മോൾ ബാഗ് അല്ലെങ്കിൽ സാക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ മീനിങ് എന്താ? ഡെഫിനിഷൻ പോലെ പറയുന്നത് എന്താ? എ ബാഗ് ദറ്റ് കണ്ടെയ്നിങ് ദ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബാഗാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് ആദ്യം 11th സെഞ്ച്വറിയിലാണ് ഇത് പ്രസൻറ്റേഷൻ ചെയ്തത്. R.K. ഷൺമുഖൻ ഷെട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് അവതരിപ്പിച്ചത്. എന്താ പറയുന്നത്? ദ വേർഡ് ബഡ്ജറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ് ബോഗറ്റ്. ഇറ്റ് മീൻസ് ദ സ്മോൾ ബാഗ് ഓർ സാക്ക്. The word budget indicates a bag that contains this financial document of the government. The first presentation of the budget was held in the 11th century. After independence, R.K. Shanmughan Shetty, who was the Prime Minister of India, presented the first union budget of the country. അദ്ദേഹം ആരായിരുന്നു? ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ. അദ്ദേഹമാണ് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസൻറ്റഡ് ചെയ്തത്. നമുക്ക് വൺ വേർഡ് പോലെയെല്ലാം ചോദിക്കാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ആരാണ് ബഡ്ജറ്റ് ഫസ്റ്റായിട്ട് പ്രസൻറ്റഡ് ചെയ്തത്? ഫിനാൻഷ്യൽ മിനിസ്റ്ററായ ഷൺമുഖം ഷെട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇത് പ്രസൻറ്റഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫ്രഞ്ച് വേർഡിലൂടെയാണ് ഇത് വന്നത്. ബോഗറ്റ് എന്ന വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? സാക്ക് അല്ലെങ്കിൽ സ്മോൾ ബാഗ് എന്നാണ് അർത്ഥം. അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് എന്താ? ഒരു ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബാഗാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്താ മക്കളെ? പബ്ലിക് ഡെപ്താണ്. പബ്ലിക് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുകടമാണ് അല്ലേ? ഗവൺമെൻറ് ഒരുപാട് ഡെവലപ്മെൻറ്റ്, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുമ്പോൾ ഗവൺമെൻറ്റിന് എന്ത് വരും? കടങ്ങളും വരാറുണ്ട് അല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡിവിജ്വലിൻ്റെ എടുക്കുന്നു, അല്ലെങ്കിൽ പല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എടുക്കുന്നു, പല ബാങ്കിൽ നിന്നോ RBI അങ്ങനെ പറയുന്ന ബാങ്കിൽ നിന്നോ എന്ത് കടം വാങ്ങിക്കും പറയുന്നത് നോക്കാം നമുക്ക്. ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ലോൺ ടു മെറ്റീരിയലൈസ് the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. ഒരുപാട് നീഡ്സ് ഉണ്ട്, അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇങ്ങനെ ഇൻഡിവിജ്വൽസിൻ്റെ എടുക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എടുക്കുന്നു, കടം വാങ്ങിക്കും. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിന് എന്ത് വരും? പബ്ലിക് ഡെപ്ത് വരും അല്ലേ? കടം വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസൈഡ് ദി കൺട്രിയിൽ നിന്നും ലോൺസൊക്കെ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദി കൺട്രിയിൽ നിന്നും ലോൺസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പബ്ലിക് ഡെപ്ത് ഏതൊക്കെ രീതിയിലാവാം? ഡൊമസ്റ്റിക് ഡെപ്ത് ആവാൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡെപ്ത് എന്നും പറയും. ദെൻ എക്സ്റ്റേർണൽ ഡെപ്ത് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്ത് എന്നും പറയാറുണ്ട്. ഡൊമസ്റ്റിക് ഡെപ്ത്, ദ ലോൺ അവൈൽഡ് ബൈ ദി ഗവൺമെൻറ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദി കൺട്രി ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്ത്. ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ കൺട്രീൻ്റെ അകത്തുനിന്ന് തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഗവൺമെൻറ് കടം വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡൊമസ്റ്റിക് ഡെപ്ത് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ഔട്ട്സൈഡ് ദി കൺട്രിയാണ് ലോണ് വാങ്ങിക്കുന്നതെങ്കിൽ, ഡെപ്തായിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ അതാണ് ഫോറിൻ ഡെപ്ത് അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഡെപ്ത്. അപ്പോൾ എന്താ പറയുന്നത്? ഫോറിൻ ഡെപ്ത് ഇസ് എ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അതർ കൺട്രീസിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെപ്ത് അല്ലേ, അതാണ് ഫോറിൻ ഡെപ്ത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താ മക്കളെ? ഫിസിക്കൽ പോളിസി അല്ലേ, ധനനയം. ദിസ് പോളിസി ഈസ് ആൻ കോംപ്രഹെൻസീവ് ഗവൺമെൻറ് policy concerning the public revenue, public expenditure and public debt. This policy is prepared by the financial department, is implemented through the budget. അപ്പോൾ ബഡ്ജറ്റ് എപ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് ഇത് ഫിസിക്കൽ പോളിസിയും പ്രസൻറ്റഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ KSRTCയിൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യം ചെയ്യണം. 18 വയസ്സ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 18 വയസ്സായ എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ചാർജ് ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാമെന്നുള്ളൊരു പോളിസി വെക്കുന്നത്. അപ്പം എന്തൊക്കെ പോളിസീസ് ഗവൺമെൻറ് ചെയ്യണ്ട, എവിടെ നിന്നൊക്കെ കടം എടുക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു പോളിസി ഉണ്ടാക്കി വെക്കുന്നത്. അതങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നയങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്.
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ പബ്ലിക് റവന്യൂസ് ഉണ്ടാവും, എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, എവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കണം, എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പാടില്ല, ഇത്ര പെർസെൻറ്റേജാണ് ഡെപ്തിന് കടത്തിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ, ഗവൺമെൻറ് ഇത്രയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു പോളിസീൻ്റെ രീതിയിൽ തയ്യാറാക്കി വെക്കുക. അങ്ങനെയാണ്, അതാണ് ദിസ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പോളിസി കൊണ്ട് എന്താണ്, ഒരു സ്ട്രക്ചറാണ് കൊടുക്കുന്നത് ബഡ്ജറ്റിന്, അല്ലേ? അതുപോലെ തന്നെ ഈ പോളിസി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഈ പോളിസി കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്കണോമിക് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ജോലി സാധ്യത, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് വരുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻകം വന്നു, എവിടെയൊക്കെയാണ് ഡെഫിസിറ്റ് വന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിലൂടെ. വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നീക്വാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ഇന്നീക്വാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൽ, അതായത് ഇന്നീക്വാലിറ്റീസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടിങ് ദ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്നീക്വാലിറ്റീസ്, അസമത്വങ്ങൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് പാർട്ടായിട്ട് പബ്ലിക് റവന്യൂവിനെ കുറിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പബ്ലിക് റവന്യൂവിനെ രണ്ട് രീതിയിൽ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുന്നത് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂ ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ മുകളിൽ ചുമത്തുകയും ആ ഇൻഡിവിജ്വൽ തന്നെ എന്ത് ചെയ്യണം, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണം, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടി അടക്കുന്നത്, എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ടാക്സും പറഞ്ഞു. ടാക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ത്തിന് മുകളിൽ ചുമത്തുകയും, ഗവൺമെൻറ് ചുമത്തുകയും, ആ ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് എന്ന രീതിയിൽ നമ്മൾ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഗവൺമെൻറ്റിന് ഒരുപാട് വെൽഫെയർ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമാണ്, പണം ആവശ്യമാണ്. അപ്പോൾ ഈ ടാക്സ് എന്ന രീതിയിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് റവന്യൂ ആണ്, ഗവൺമെൻറ്റിന് ഒരു ഇൻകം ആണ് ടാക്സ് എന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറഞ്ഞു, അതാണ് GST എന്ന് പറയുന്നത്. അത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അതിലൂടെ GST നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റ് പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്. എന്തൊക്കെയാണ് ഇൻകം വരിക, എന്തൊക്കെയാണ് എക്സ്പെൻസ് വരിക എന്നുള്ളൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു പ്രത്യേകമായ സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇയർലി ആണ് ചെയ്യുന്നത്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് April 1 തുടങ്ങിയിട്ട് March 31 വരെയാണ് പീരീഡ്. അതുപോലെ തന്നെ ബഡ്ജറ്റിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇൻകവും എക്സ്പെൻസ് കുറവായിരിക്കും. ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ വൈസ് ആയിരിക്കും. എക്സ്പെൻഡിച്ചറിന് ഇൻകം മീറ്റ് ചെയ്യാനുള്ള, എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ഇൻകം ഉണ്ട്, ബാലൻസ്ഡ് ആയിട്ടായിരിക്കും, ഈക്വൽ ബേസിലായിരിക്കും രണ്ടും ഉണ്ടാവുക, ഇൻകവും എക്സ്പെൻഡിച്ചറും. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കുറവും കൂടുതൽ എക്സ്പെൻഡിച്ചറുമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രോബ്ലംസ്, അല്ലേ? ചിലവ് ഒരുപാടും ഇൻകം കുറവും ഉണ്ടാകുമ്പം കൂടുതൽ ഡെഫിസിറ്റ് വരും, അല്ലേ? അങ്ങനെയൊക്കെയാണ് കൂടുതൽ കടങ്ങൾ ഉണ്ടാകുക. സൊല്യൂഷൻ ഓഫ് ബഡ്ജറ്റ് പറഞ്ഞത്, ഫസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത് ഒരു ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ആരായിരുന്നു? ഷൺമുഖ ഷെട്ടി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഫ്രഞ്ച് വേർഡിലൂടെ ബോഗേറ്റ് എന്ന വേർഡിലൂടെയാണ് ഡെറൈവ് ചെയ്തത്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അതുപോലെ തന്നെ സ്മോൾ ബാഗ് അല്ല സാക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി കടത്തിന്, പബ്ലിക് ഡെപ്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുക്കടമാണ്, ഗവൺമെൻറ് ഉണ്ടാകുന്ന കടം. ഗവൺമെൻറ്റിന് ഒരുപാട് വെൽഫെയർ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിലൊരുപാട് തുക ആവശ്യമാണ്, ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ്. അപ്പം അതിൽ പല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പണം ഇല്ലാതിരിക്കുമ്പോഴാണ് പബ്ലിക് കടം വാങ്ങിക്കുന്നത്. അതാണ് പബ്ലിക് ഡെപ്ത് ആയിട്ട് വരുന്നത്. കടം ഇൻസൈഡിൽ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻസൈഡ് ദ കൺട്രിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡെപ്ത്. ദെൻ ഔട്ട്സൈഡ് ദ കൺട്രിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് കടം വാങ്ങിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഫോറിൻ ഡെപ്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെപ്ത് എന്ന് പറയും. ഇനി നമ്മൾ ബഡ്ജറ്റിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതായിട്ട്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോളിസിയാണ് കൊണ്ടുവന്നത്, ഫിസിക്കൽ പോളിസിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് സെക്കൻഡ് പാർട്ടിലുള്ളത് മക്കളെ. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.